അവാനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊല്ലപ്പെട്ട സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. ഇപ്പോൾ അഫാനെ സൽമാ ബീവിയുടെ മാല പൊട്ടിച്ചടക്കമുള്ള കാര്യം ചോദിച്ചറിയാനുണ്ട്. അവിടെ വലിയ പ്രതിഷേധം പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോവുക. ആദ്യം കൊല്ലപ്പെട്ട സൽമാ ബീവിയുടെ കൊല്ലപ്പെട്ട സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുമെന്നാണ്. വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആളുകൾ ഒരുപാട് തടിച്ചുകൂടാൻ സാധ്യതയുണ്ട്. 5 പേരെ കൊലപ്പെടുത്തിയ ആളാണ് അല്ലേ. 6ാമത്തെ ആൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ കാണാനൊക്കെ എത്താനും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളതുകൊണ്ട് കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഷഫീദ് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇപ്പോൾ ഇന്ന് ഈ ഒരു സ്ഥലം മാത്രമാണോ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി എല്ലായിടത്തും കൊണ്ടുപോകണമല്ലോ? അപ്പോൾ വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സൽമാ ബീവിയുടെ വീട്ടിലേക്ക്, താഴെ പാങ്ങോട്ടുള്ള വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 5 കൊലപാതകങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്ത അഫാന്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വിഷ്വലാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിസ്സംഗത അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് രാവിലെ അദ്ദേഹം ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള നിസ്സംഗത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2 അന്വേഷണ ഉദ്യോഗസ്ഥർ നടുവിലിരിക്കുന്ന അഫാനെ. അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇയാളുമായി ആദ്യം പോലീസ് പോകുന്നത് താഴെ പാങ്ങോട്ടേക്കുള്ള വീട്ടിലേക്കായിരിക്കും. അവിടെ നിന്നായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ താഴെ പാങ്ങോട്ടുള്ള വീട്ടിൽ വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ കൂടുതലാക്കണം എന്ന് നേരത്തെ തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് സേനയെ ഈ താഴെ പാങ്ങോട്ടുള്ള വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഫാന്റെ ശരീരത്തിൽ ചില പാടുകളുണ്ട്. പക്ഷേ ആ ദിവസം ഉണ്ടായ സംഘർഷങ്ങളിൽപ്പെട്ട പാടാണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈയിൽ അത് വിലങ്ങ് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഇടത്തെ കയ്യിൽ കുറച്ച് ബാക്കിയായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാടുണ്ട്. ആ പാടുൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും അതെന്ത് തന്നെയാണെങ്കിലും അഫാന് നിലവിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഈ കല്ലറ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ച് പോലീസിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് 3 മണിക്കൂറോളം വിശ്രമ സമയം അനുവദിച്ച ശേഷമാണ് താഴെ പാങ്ങോട്ടുള്ള, അതായത് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസിന്റെ ആദ്യ തെളിവെടുപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൽമാ ബീവി, അതായത് അഫാന്റെ പിതാവിന്റെ മാതാവായിരുന്നു. അവരെയാണ് മാലയ്ക്ക് വേണ്ടി ഈ അഫാൻ കൊലപ്പെടുത്തിയത്. അവരുടെ വീട്ടിലേക്ക്, കൊല നടന്ന താഴെ പാങ്ങോട്ടുള്ള വീട്ടിലേക്കാണ് ആദ്യം പോലീസിന്റെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പക്ഷേ നാടിനെ ഞെട്ടിച്ച, നമ്മൾക്ക് മുൻപെങ്കിലും കേട്ട് പരിചയമില്ലാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ മനസ്സാക്ഷി മൂക്കത്ത് വിരൽ വെച്ച സംഭവത്തിൽ ആദ്യത്തെ പോലീസിന്റെ തെളിവെടുപ്പിന് പോകുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഉണ്ട്, പാങ്ങോട് SHO ഉണ്ട്, പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരൊറ്റ കേസ് മാത്രമാണ്. 5 കൊലപാതകങ്ങളാണ് അഫാൻ ചെയ്തത്. അതിൽ ഒരൊറ്റ കൊലപാതകം പാങ്ങോട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഈ സൽമാ ബീവി കൊലപാതക കേസിൽ മാത്രമാണ് ഇപ്പോൾ ആദ്യ തെളിവെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. അതിലേക്ക് പോലീസ് വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും നാളെ കോടതിയിൽ കൊടുക്കുമ്പോൾ വൈദ്യപരിശോധന നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക്. ഇപ്പോൾ താഴെ പാങ്ങോട്ടുള്ള വീട്ടിലേക്ക് സ്കാൻ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സുരക്ഷ അത് ഒരുക്കുന്നുണ്ട് താഴെ പാങ്ങോട്ടെ വീട്ടിൽ. താഴെ പാങ്ങോട്ടിലെ വീട്ടിലെത്തിയതിനു ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ഈ CDM-ലും അതേപോലെ തന്നെ വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ച വിവരം. ഏതായാലും ഈ തെളിവെടുപ്പ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് സ്കെയിൻ. കാരണം ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ കേസിന്റെ ആദ്യ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഇനിയും അവശേഷിക്കുന്ന 4 കേസുകൾ, ആ 4 കേസുകളിലും ഓരോ കേസിലും വിശദമായ തെളിവെടുപ്പ് പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ തലവേദന കൂടുതൽ, ഈ കേസന്വേഷണത്തിന് തലവേദന കൂടുതൽ വെഞ്ഞാറമൂട് പോലീസിനായിരിക്കും. ഈ പാങ്ങോട് പോലീസിനേക്കാൾ കൂടുതൽ വെഞ്ഞാറമൂട് പോലീസിന് 4 കേസിന്റെ അന്വേഷണവും ഒരു കൊലപാതക ശ്രമം, അതായത് സ്വന്തം മാതാവ് ഷെമിയെ കൊലപ്പെടുത്തിയ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പും പൂർത്തിയാക്കണം. ഇപ്പോൾ വലിയ വാഹനങ്ങളുടെ നിരയടക്കം അനുഗമിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന് മുൻപിലും അഫാൻ ഇറങ്ങുന്നത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിലെ, ഒരു കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കാണാനുള്ള ആളുകളുടെ തടിച്ചുകൂട്ടമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ താഴെ പാങ്ങോട്ടെ സൽമാ ബീവിയുടെ വീട്ടിൽ പ്രതിഷേധമുണ്ടായാൽ അത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും പോലീസിന് വലിയ തലവേദനയാകും. അത്തരം സംഭവങ്ങളില്ല ഉണ്ടാകില്ല എന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്കും തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ ചേർന്ന ശേഷം അഫാനുമായി തെളിവെടുപ്പിന് പോലീസ് പോകുന്നത്. ഏതായാലും വൈറ്റിലാണ് ഈ തെളിവെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് SK ഇതിന്റെ റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യം പണത്തിന് വേണ്ടി സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. മാതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ വെഞ്ഞാറമൂട്ടിലെ ഒരു പണമിടപാട് സ്ഥാപനത്തിൽ പോയി. അവിടെ അയാൾക്ക് സ്ഥിരം ഇടപാട് നടന്ന സ്ഥലമാണ്. അവിടെ പോയി പണം വാങ്ങുന്നു. 74,000 രൂപ വാങ്ങി നേരെ
ഈ മാല, അതായത് ഇപ്പോൾ നമ്മൾ തെളിവെടുപ്പ് നടത്താൻ പോകുന്ന സൽമാ ബീവിയുടെ വീട്ടിലേക്ക് അഫാൻ അന്നത്തെ ദിവസം എത്തിയത് ആ മാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ മാല സൽമാ ബീവിയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ നിരസിക്കുന്നു, കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നു. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് എന്തിന് മാല എന്നുള്ള മറുപടി ഒരു തരത്തിലുള്ള നിസ്സംഗതയുമില്ലാതെ അഫാൻ കഴിഞ്ഞ ദിവസം പോലീസിനോട് ചോദ്യം ചെയ്യൽ വേളയിൽ പറഞ്ഞുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശേഷം അഫാൻ നേരെ, അതായത് ഈ വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ആദ്യം പണമാണ് വാങ്ങുന്നത്. സ്ഥിരമായി ഇടപാട് നടത്തുന്നതിനാൽ പണം വാങ്ങുന്നു. ആ പണവുമായി അയാൾ ചുറ്റികയും ഒരു ബാഗും സംഘടിപ്പിച്ച് നേരെ വരുന്നു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. താഴെ പാങ്ങോട് ശേഷമുള്ളിൽ നിന്ന് ഷെഫീദ് റാവുത്തർ ചേരുകയായിരുന്നു.